നമസ്കാരം. ഇന്ന് നൊബേൽ പുരസ്കാരം നേടിയ ഇന്ത്യക്കാരിൽ പരിചയപ്പെടുത്തുന്നത് ഹർഗോബിന്ദ് ഖൊറാനെ എന്ന പഞ്ചാബിൽ ജനിച്ച് വിദേശ പൗരത്വമെടുത്ത ഒരു ഇന്ത്യക്കാരനെയാണ്. ഇന്ത്യൻ നൊബേൽ ജേതാക്കളിൽ ആദ്യ വിദേശിയാണ് ഹർഗോബിന്ദ് ഖൊറാന. ഇന്ത്യയിൽ ജനിച്ച് പിന്നീട് അമേരിക്കൻ പൗരനായ ഖൊറാന 1968 വൈദ്യശാസ്ത്ര നൊബേൽ നേടിക്കൊണ്ട് ഇന്ത്യയുടെ അഭിമാനമായി. ബയോകെമിസ്ട്രി ഗവേഷകനായിരുന്നു ഖൊറാന. ജീനുകളെക്കുറിച്ചും പ്രോട്ടീൻ നിർമ്മാണത്തിൽ അവയ്ക്കുള്ള പ്രാധാന്യത്തെക്കുറിച്ചും അദ്ദേഹം മറ്റു 2 ശാസ്ത്രജ്ഞന്മാരും ചേർന്ന് നടത്തിയ കണ്ടെത്തലുകളാണ് നൊബേൽ പുരസ്കാരത്തിന് അദ്ദേഹത്തെ അർഹനാക്കിയത്. 1922 ജനുവരിയിൽ പഞ്ചാബിലെ റായ്പൂർ എന്ന ഗ്രാമത്തിലാണ് ഹർഗോബിന്ദ് ഖൊറാനയുടെ ജനനം. അവിടുത്തെ നികുതി പിരിവുകാരനായിരുന്നു ഖൊറാനയുടെ അച്ഛൻ. ഗ്രാമത്തിലെ ഒരു അധ്യാപകനിലൂടെയാണ് കുട്ടിയായ ഖൊറാന പഠനത്തിൻ്റെ ഗുണങ്ങൾ മനസ്സിലാക്കിയത്. പിന്നീട് മുൾട്ടാനിലും ലാഹോറിലുമായി വിദ്യാഭ്യാസം തുടങ്ങി. 1943 രസതന്ത്രത്തിൽ ബിരുദം നേടിയ ഖൊറാന സ്കോളർഷിപ്പോടുകൂടി ബ്രിട്ടനിലെത്തി. രസതന്ത്ര ഗവേഷണമായിരുന്നു ലക്ഷ്യം. തുടർന്ന് ലിവർപൂൾ സർവകലാശാലയിൽ നിന്ന് രസതന്ത്രത്തിൽ ഡോക്ടറേറ്റ് നേടിയ ശേഷം ഇന്ത്യയിലേക്ക് മടങ്ങി. ഡൽഹി സർവകലാശാലയിൽ അധ്യാപകനാകാൻ അപേക്ഷ നൽകിയെങ്കിലും ഡൽഹി സർവകലാശാലയുടെ അധികൃതർ അത് സ്വീകരിച്ചില്ല. ജോലി കിട്ടുക എളുപ്പമല്ലെന്ന് മനസ്സിലാക്കിയ ഖൊറാന 1949 ഇംഗ്ലണ്ടിലേക്ക് തിരികെ പോയി. അവിടെ അലക്സാണ്ടർ ടോഡ് എന്ന ശാസ്ത്രജ്ഞനോടൊപ്പം ഗവേഷണം തുടർന്നു. 1959 ഖൊറാനയുടെ ജീവിതം മാറ്റിമറിയുന്നത്. ഗവേഷണത്തിൻ്റെ ഭാഗമായി കാനഡയിലെ ബ്രിട്ടീഷ് കൊളംബിയ സർവകലാശാലയിലെത്തിയ അദ്ദേഹം അവിടെ വെച്ച് മനുഷ്യ ശരീരത്തിന് അത്യാവശ്യമായ കോഎൻസൈം എ എന്ന രാസവസ്തുവിനെ തിരിച്ചറിഞ്ഞു. ഖൊറാനയെ ശാസ്ത്രലോകത്ത് പ്രശസ്തനാക്കിയ നേട്ടമായിരുന്നു അത്. കാനഡയിൽ നിന്ന് അമേരിക്കയിലെ വിസ്കോൺസിൻ സർവകലാശാലയിലേക്കാണ് പിന്നീട് ഖൊറാന പോയത്. എൻസൈമുകളെക്കുറിച്ചുള്ള ഗവേഷണമായിരുന്നു ലക്ഷ്യം. അവിടെ പ്രൊഫസറായി ജോലി നോക്കി അദ്ദേഹം ഗവേഷണവും അതിനോടൊപ്പം തുടർന്നു. പ്രോട്ടീൻ നിർമ്മാണത്തിൽ ന്യൂക്ലിയോടൈഡുകൾക്കുള്ള പ്രാധാന്യം ഖൊറാനയാണ് ആദ്യമായി വിവരിച്ചത്. ഒരു കോശത്തിലെ ജീനിനെ ഭാഗികമായി നിർമ്മിക്കുന്നതിൽ അദ്ദേഹത്തിൻ്റെ പരീക്ഷണങ്ങൾ വിജയിച്ചു. ജീൻ പഠനത്തിലും ബയോടെക്നോളജിയുടെ വളർച്ചയിലും വലിയ പങ്കുവഹിച്ചയാളാണ് ഖൊറാന. 1970 മുതൽ അമേരിക്കയിലെ മാസച്യൂസെറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ അദ്ദേഹം ഗവേഷണം തുടങ്ങി. നൊബേലിന് പുറമെ മെർസക് അവാർഡ്, വില്യം ഗിബ്സ് മെഡൽ, അമേരിക്കൻ പ്രസിഡന്റിൻ്റെ അവാർഡ് തുടങ്ങിയവയൊക്കെ ലഭിച്ച ഹർഗോബിന്ദ് ഖൊറാന 2011 അന്തരിച്ചു. ആദ്യകാലത്ത് ജോലി കൊടുക്കാതിരുന്ന ഡൽഹി സർവകലാശാല വർഷങ്ങൾക്കു ശേഷം 1977 ഹർഗോബിന്ദ് ഖൊറാനയെ അധ്യാപകനായി നിയമിച്ചു. അമേരിക്കയിൽ നിന്ന് അദ്ദേഹത്തെ വിസിറ്റിംഗ് പ്രൊഫസറായി ക്ഷണിച്ചു വരുത്തുകയായിരുന്നു ഡൽഹി സർവകലാശാല. ഇത് എക്കാലത്തെയും പ്രസിദ്ധനായ ഇന്ത്യൻ നോബൽ ജേതാക്കളിലെ വിദേശിയായ ഹർഗോബിന്ദ് ഖൊറാനയെ പറ്റിയുള്ള ഒരു ചെറിയ വിവരം നിങ്ങളുമായി പങ്കുവച്ചു. ഇത് ഇത്രമാത്രം. നന്ദി, നമസ്കാരം.